ഹായ് എവരിവൺ. ഇന്ന് ഞാനൊരു ട്രാവൽ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ സ്കൂളിൽ ദസറ ഹോളിഡേ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉള്ളതാണ്. ഞാൻ പക്ഷേ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായിപ്പോയി. ഞങ്ങൾ 4 ടീച്ചേഴ്സ് എല്ലാവരും കൂടി ഒരു ചെറിയൊരു ട്രിപ്പ്, ഒരു 1 ഡേ ട്രിപ്പ്, 1 ഡേ എന്നല്ല, ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ വരാൻ വേണ്ടി ഒരു ചെറിയ ട്രിപ്പ് ബാംഗ്ലൂരിൽ നിന്ന് മാറി കനക്പുര റോഡ് എന്ന് പറയില്ല, അവിടേക്ക് പോവുകയാണ്. അപ്പം ഇത് കണ്ടില്ലേ, ഇത് നല്ല മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. ഞങ്ങൾ പോകുന്ന സമയത്ത് നല്ല രസമായിരുന്നു ഡ്രൈവ് ചെയ്ത് എല്ലാവരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞ്. ഞങ്ങൾ 4 ടീച്ചേഴ്സ്, 5 പേര് പ്ലാൻ ചെയ്തതാണ്, പക്ഷെ 4 പേരേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും ദസറയൊക്കെ ആയപ്പോൾ വേറെ പ്ലാൻ ഇട്ടു. അങ്ങനെ കനക്പുര റോഡ് എന്ന് പറയുന്ന റോഡാണ്. ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം ഒരു 68 കിലോമീറ്റർ അത്രേ ഉള്ളൂ. ഇത് കണ്ടില്ലേ, കുറച്ച് മെയിൻ റോഡെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം എത്തും. നമ്മുടെ നാടൊക്കെ പോലെ തോന്നിക്കുന്ന ഒരു സ്ഥലം. നല്ല രസമാണ്. നമ്മുടെ നാട്ടിലൊക്കെ എത്തിയ ഒരു ഫീൽ തോന്നും. എല്ലായിടും പച്ചയായിട്ട് കാണാൻ പറ്റും. ബിൽഡിങ്ങുകളില്ല, തിരക്കില്ല, റോഡിൻ്റെ ട്രാഫിക്കില്ല. ഇങ്ങനെ ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ബാംഗ്ലൂരിലെ 7 വണ്ടേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്കാണ്. അതായത് വേൾഡിലെ ലാർജസ്റ്റ് പിരമിഡ് എന്ന് പറയുന്ന പിരമിഡ്, അതായത് ആർട്ടിഫിഷ്യലായിട്ട് പിരമിഡ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മെഡിറ്റേഷൻ സെൻ്ററാണ്. അതിൻ്റെ പേര് പിരമിഡ് വാല്യൂ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞങ്ങൾ അവിടത്തേക്കാണ് പോകുന്നത്. അത് ആക്ച്വലി ഒരു മെഡിറ്റേഷൻ സെൻ്ററാണ്. മെഡിറ്റേഷന് വേണ്ടി റിട്രീറ്റ് പ്രോഗ്രാംസ്, അങ്ങനെയൊക്കെ കുറേ പ്രോഗ്രാംസ് ഒക്കെ ഇവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ 4 ടീച്ചേഴ്സ്, ഞങ്ങൾ 4 പേരാണ്. 4 പേരോട് ഇവിടേക്ക് വന്നു. ഇതാണ് ഈ റിസപ്ഷൻ ഏരിയ. ഇവിടോട്ട് കയറിയപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് ഫീലിംഗ് ആണ്. എല്ലായിടും ചെടികൾ കൊണ്ടിങ്ങനെ നിറഞ്ഞിരിക്കുക. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഏരിയ കേട്ടോ. ഇങ്ങനെയാണ് റിസപ്ഷൻ. ഇതാണ് ആ പിരമിഡിൻ്റെ ഒരു ഷേപ്പ്. ഇതിനകത്ത് ആക്ച്വലി മെഡിറ്റേഷൻ ചെയ്യാനുള്ള സ്ഥലമാണ്. അങ്ങനെ ഈ ഫോട്ടോയിൽ കാണുന്നില്ലേ, ഈ ഗുരുജിയുടെയാണ് ആക്ച്വലി പത്രിജി എന്ന് പറയും. ബ്രഹ്മശ്രീ പത്രിജി എന്നാണ്. ഈ പത്രിജിയാണ് ആക്ച്വലി ഇതിൻ്റെ എല്ലാം കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. ഇതിൻ്റെ ആക്ച്വലി ഇതിൻ്റെ മെയിൻ ആൾ പത്രിജിയാണ്. പക്ഷേ ആളിപ്പോൾ ജീവിച്ചിരിപ്പില്ല. അങ്ങനെ ആളാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. നല്ലൊരു മെഡിറ്റേഷൻ സെൻറ്ററാണ്. അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ ലൈഫിൽ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ടായിരിക്കുമ്പം ആക്ച്വലി ഇവിടെ പോയി കഴിഞ്ഞാൽ നല്ലൊരു റിലീഫാണ്. ഒന്നുമില്ല, ഇവിടെ നിന്ന് കറങ്ങി നമ്മൾ ഒരു മെഡിറ്റേഷൻ ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് റിലാക്സ് ചെയ്യാൻ തന്നെ നല്ലൊരു രസമാണ്. അങ്ങനെ ഞങ്ങളിങ്ങനെ പോകുമ്പം കുറേ സ്പോട്ടുകളുണ്ട് കേട്ടോ. നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള സ്ഥലങ്ങളേ ഉള്ളൂ ആക്ച്വലി. അങ്ങനെ ഞങ്ങളിതാ 4 പേരും കൂടെ, ഞാൻ എല്ലാവരെയും കൂടെ വിളിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചൊരു വീഡിയോയിൽ വരട്ടെ എന്ന്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലൊക്കെ വരാൻ കുറച്ചൊരു മടിയാണ്. അങ്ങനെ നമ്മൾ പോയി. കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള കുറച്ചൊരു ഏരിയ ആണ് ഈ സ്ഥലം. നമ്മൾ ആ സ്റ്റാർട്ടിങ്ങിൽ കാണുന്നത്. ഇവിടെ നിന്ന് അവരിട്ടിട്ടുണ്ട് അവിടെ എന്തെല്ലാം ഉണ്ട്, എവിടെയൊക്കെ പോകാൻ പറ്റുമെന്ന്. അങ്ങനെ ഞങ്ങൾ ആക്ച്വലി റിസപ്ഷനിൽ ചോദിച്ചപ്പോൾ റൂംസും അവൈലബിൾ ആണ്, ഡോർമെട്രി അവൈലബിൾ ആണ്. പക്ഷേ റൂംസ് ആ സമയത്ത് ഒരു 10 ഡേയ്സ്, ഇപ്പോൾ നവരാത്രിയുടെ ലീവ് ആയതുകൊണ്ട് ആ 10 ഡേയ്സിലേക്ക് ഒരു റിട്രീറ്റ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ കുറേ പേര് റൂംസ് എല്ലാം ബുക്ക്ഡാണ്. അപ്പോൾ റൂംസ് ഉണ്ടെങ്കിൽ തന്നെയും റൂംസിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 2 പേർക്ക് കിടക്കാം 2000 റുപ്പീസ് അങ്ങനെയാണ്. അപ്പോൾ ഡോർമെട്രി എന്ന് പറഞ്ഞാൽ 500 റുപ്പീസേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു സ്ഥലത്ത് കിടക്കുകയും ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, എന്നാൽ ഡോർമെട്രി ഒന്ന് പോയി കണ്ടിട്ട് വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം, അല്ലെങ്കിൽ നമുക്ക് റൂം എടുക്കാം. ഡോർമെട്രി അത്ര നല്ല നീറ്റല്ല, ക്ലീനല്ല, എങ്ങനെയാണെന്ന് അവസ്ഥ നടത്തില്ലോ. അപ്പോൾ ഞാൻ പണ്ടൊരിക്കലും ഊട്ടിയിൽ എവിടെയോ പോയ സമയത്ത് ഡോർമെട്രി താമസിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പം ഞാൻ വെച്ചു, ഇനി അങ്ങനത്തെ വല്ല ആണോ, അത്ര നമുക്കൊരു നല്ലതായിട്ട് തോന്നിയിട്ടില്ല. അപ്പം ഇന്ന് ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട് ഡോർമെട്രി എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളൊന്ന് കണ്ടു നോക്ക് ഡോർമെട്രി, നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൂം ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് തരാം. പക്ഷേ ഒരു കാര്യം, നാളെ രാവിലെ നിങ്ങൾ അതിൽ നിന്ന് വെക്കേറ്റ് ആണോന്ന്. അങ്ങനെ ഞങ്ങൾ ഡോർമെട്രിയിൽ കയറി. ഇത് കണ്ടില്ലേ, എങ്ങനെയാണ് ഡോർമെട്രി. ഓരോ ഇതിലും നമുക്ക് പ്ലഗ് പോയിൻ്റ് ഉണ്ട്, ലൈറ്റ് ഉണ്ട്, ഫാനുണ്ട്, നമുക്കെല്ലാം കിട്ടും. റീചാർജ് ചെയ്യാനുള്ളതും അത്യാവശ്യം ഇരിക്കാനും സാധനങ്ങൾ വെക്കാൻ ഇതിൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെ തട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് വാഷ്റൂം. ഈ വാഷ്റൂമിൻ്റെ ഒരു സൈഡിൽ ബാത്റൂമും ഒരു സൈഡിൽ ടോയ്ലറ്റും, അങ്ങനെ രണ്ടും കൂടി സെപ്പറേറ്റാണ്. അത് കാരണം ഭയങ്കര നീറ്റാണ് കേട്ടോ. നമുക്ക് നല്ല നീറ്റാണ്, നമുക്ക് നല്ല കംഫർട്ടബിളാണ്. അതുപോലെ അത്യാവശ്യം ഉണ്ട് താനും, ഒരെണ്ണമൊന്നും അല്ല, ഒരു 4 ബാത്റൂംസും 4 ടോയ്ലറ്റ്സ്, 4 ആണോ 6 ആണോ, 4 എണ്ണം ഉണ്ട്. അപ്പം അതിൻ്റെ നമുക്ക് വാഷ് ബേസിൻ സെപ്പറേറ്റ് പുറത്തുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്കിത് ഇഷ്ടപ്പെട്ടു. അതൊക്കെ കണ്ടില്ലേ, നല്ല സ്പേഷ്യസ് ആണ്. അത്യാവശ്യം ബെഡൊക്കെ ആയാലും നല്ല നീറ്റാണ്, നല്ല ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അതിൻ്റെ ബാക്കിൽ ആ കബോർഡ് പോലെ കണ്ടില്ല, അത് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ അതിനകത്ത് വെക്കാം. അപ്പം ഞങ്ങൾ എന്നിട്ട് റിസപ്ഷനിൽ ചെന്നിട്ട് പറഞ്ഞു, അപ്പം നമുക്ക് 4 പേർ കൂടി ഒരിടത്ത് ഇരിക്കാമല്ലോ. അത് കാരണം ഞങ്ങൾ ചെന്ന് പറഞ്ഞു, ശരി ഞങ്ങൾക്കെന്നാൽ ഡോർമെട്രി മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഡോർമെട്രിയിലെത്തി.
ഡോർമെട്രിയിൽ എത്തിയിട്ട് അപ്പോൾ അവരിങ്ങനെ നമുക്കൊരു ടാഗ് തരും. അതിൽ നമ്മുടെ പേര് കാണും, നമ്മുടെ മൊബൈൽ നമ്പർ കാണും, നമ്മൾ എത്ര ദിവസം സ്റ്റേ ചെയ്യുന്നത് കാണും. അങ്ങനെ ഡോർമെട്രിയിൽ നിന്ന് എത്തിയിട്ട് നമുക്കൊരു കോഫി കുടിക്കാൻ പോലെ ടീ കുടിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എത്തിയപ്പോൾ ഒരു വൈകുന്നേരം ആയി കേട്ടോ. 4-5 ആയി. അപ്പോൾ എത്താന്ന് അപ്പം ഇത് ഇവിടെ ഇങ്ങനെയാണ് ഇട്ടിരിക്കുന്നു. അപ്പം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതാണ് അന്നദാനം നടക്കുന്ന സ്ഥലം എന്ന്. അതായത് അവർ പറഞ്ഞു 500 റുപ്പീസിന് നമ്മൾ ഈ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 ടൈംസ് ഫുഡ് ഫ്രീ ആയിട്ട് കിട്ടും. അന്നദാനമാണ്. അപ്പോൾ മോർണിംഗ് ഒരു ടൈമുണ്ട്, ആ ടൈമിൽ നമ്മൾ ചെല്ലണം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പേ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നൈറ്റ് ഡിന്നർ, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇത് ഇത്രയും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ആ 500 റുപ്പീസിൻ്റെ സ്റ്റേ കൂടാതെ നമുക്ക് ഇത്രയും ഫുഡും ഫ്രീ ആയിട്ട് കിട്ടും. കാരണം അവിടെ ഫുഡ് അന്നദാനമാണ്. അപ്പം ഞങ്ങൾ വന്നിട്ട് ചായ കുടിക്കാൻ വന്നപ്പോൾ പറഞ്ഞു കെഫ്റ്റീരിയ സെപ്പറേറ്റ് ഉണ്ട്, അവിടെ നമ്മൾ പേ ചെയ്തിട്ട് ചായ കുടിക്കണം. ഇത് കണ്ടില്ലേ, ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂ. നല്ല രസമാട്ടോ. ഇവിടുന്ന് ബാക്കിലേക്ക് ആ മൗണ്ടനാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ കെഫ്റ്റീരിയയിൽ വന്നു. അവിടെ വന്നിട്ട് നമ്മൾ ചായയും കോഫിയൊക്കെ ഓർഡർ ചെയ്തു, ഞങ്ങൾ 4 പേരും കൂടി. എന്നിട്ട് ഇത് കണ്ട നല്ല രസമാണ്. ഗ്ലാസ്സിൽ നല്ല പതഞ്ഞ ചായ, നല്ല ടേസ്റ്റി ചായയാണ്. കാരണം ഇവിടെ ഗോശാലയുണ്ട്, ഇവിടുത്തെ പശുവിൻ്റെ പാലിൽ തന്നെ ചായയാണത്. അപ്പോൾ ഞങ്ങൾ എന്നാൽ പുറത്തിരിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് പുറത്തും നമുക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാം കേട്ടോ. പക്ഷെ മഴ കാരണം നമുക്ക് അവിടെ ഇവിടെയൊക്കെ വെള്ളമായിരുന്നു. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടെ ഇങ്ങനെ വന്നിരുന്നു. പിന്നെ സമോസ, ഈ ചാറ്റ്സൊക്കെ നമ്മൾ സ്നാക്സൊക്കെ നമ്മൾ ആക്ച്വലി കൊണ്ടുവന്നതാണത് കഴിക്കാൻ വേണ്ടി. കാറിലിരുന്ന് കഴിക്കാൻ കൊണ്ടുവന്ന് നമ്മൾ കഴിച്ചില്ല. ഞങ്ങൾ ഇവിടെ വന്നിരുന്ന് ഇത് കണ്ടില്ലേ, ഇത് കഴിക്കുവാണ്. നല്ല ചൂട് ചായയും സമോസയും മഴയും. എന്തൊരു ഫീലാണെന്നറിയാവോ, നല്ലൊരു റിലാക്സേഷനാണ്. അങ്ങനെ ഇവിടെ വന്നു. എന്നിട്ട് ഇവിടെ ഉണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ചു അവിടെ ബോട്ടിംഗ് ഉണ്ട്. അപ്പോൾ ബോട്ടിങ്ങിന് നമുക്ക് 5:30 വരെ എന്തോ ഉള്ള ടൈം. എന്നാൽ വേഗം പോയി ബോട്ടിങ്ങിൽ ടിക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ഒന്നും ഇരിക്കണ്ടെന്ന് വേഗം പോകുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം ബോട്ടിങ്ങിൻ്റെ സ്ഥലത്തേക്ക് പോവുകയാണേ. അങ്ങനെ ഞങ്ങൾ ബോട്ടിങ്ങിൻ്റെ സ്ഥലത്തെത്തി. ഒരു ചെറിയൊരു ലേക്ക് പോലെ. പക്ഷെ അവർ പറഞ്ഞു നല്ല ആഴമുണ്ട്, അത്ര വലിയ ആഴമില്ല, എന്നാലും ഒരു 50 ഫീറ്റ്സൊക്കെ താഴ്ചയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. ബോട്ടിങ്ങിന് വേണ്ടി നമ്മൾ നല്ല ഡ്രസ്സൊക്കെ നോക്കി എല്ലാം എടുത്തിട്ടു. അപ്പോൾ ഈ ലേക്കിൻ്റെ അവിടത്തേക്ക് വന്നപ്പോഴത്തേക്കും ഭയങ്കര മഴയായി കേട്ടോ. ഞങ്ങൾക്കപ്പം പോകാൻ പറ്റിയില്ല. ഇതാണ് ആ പിരമിഡ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ നെക്സ്റ്റ് ഡേ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മൾ പറഞ്ഞ ആ പിരമിഡ്. നിങ്ങൾക്ക് എത്ര കണ്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഈ മരങ്ങളുടെ ഇടയിലാണ്. അത്ര വലിയ ക്യാമറയൊന്നും ഇല്ല എനിക്കത് ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഒരു ബുദ്ധൻ്റെ സ്റ്റാച്ചു ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ ഈ ബുദ്ധൻ്റെ സ്റ്റാച്ചു കാണാൻ. ഇതിൻ്റെ താഴെ ഒരു ഫൗണ്ടൻ പോലെയാണ്, താഴെ വെള്ളമൊക്കെ ഉണ്ട്. ഇതാണ് ആ പിരമിഡ്. ഇതിനകത്താണ് മെഡിറ്റേഷൻ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ശരി എന്നാൽ അവിടെ ഒന്ന് കയറി കാണാം എന്ന് പറഞ്ഞിട്ട് ഇത് കണ്ടോ, ഇതിൻ്റെ ചുറ്റും കണ്ടോ എന്ത് രസമാണ് കാണാമെന്നറിയോ. നല്ല ഒരു സൈലൻറ്റ്, അവിടെ എപ്പോഴും എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ സൈലൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന്. അതായത് ഭയങ്കര സൈലൻറ്റ് കാം ഏരിയ ആണ്. ഇതിനകത്താണ് മെഡിറ്റേഷൻ നടക്കുന്നത്. പക്ഷെ നമുക്ക് ഇതിനകത്തേക്ക് ക്യാമറ അലൗഡ് അല്ല. അപ്പം ഞങ്ങൾ ഈ സൈഡിൽ ഷൂ ഇടാൻ സ്ഥലമുണ്ട്. ഷൂ ഇട്ടിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കയറിപ്പോകാം. കയറിപ്പോകുമ്പോൾ അകത്ത് ഫോൺ സൈലൻറ്റിലായിരിക്കണം, ക്യാമറ അലൗഡ് അല്ല, അകത്തൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ അലൗഡ് അല്ല. അപ്പോൾ നമ്മളിതാ ഇവിടം വരെ എടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിനകത്തെല്ലാം കയറി കണ്ട് തിരിച്ചു വന്നപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്നിട്ട് അപ്പം പറയുമായിരുന്നു നമുക്കിങ്ങനെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാനൊക്കെ തോന്നിപ്പോവും. അത്രയ്ക്ക് കാം ആൻഡ് ക്വയറ്റാണ്. അപ്പോഴത്തേക്കൊക്കെ രാത്രി ആകാൻ തുടങ്ങി, ഇരുട്ടൊക്കെ വെളിച്ചമൊക്കെ പോയി തുടങ്ങി. ഇത് കണ്ടില്ലേ, എവിടെ നോക്കിയാലും സ്ഥലങ്ങൾ, എവിടെ നോക്കിയാലും ഇരിക്കാനും നല്ല റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് ഫുഡ് കഴിക്കാം. അപ്പോൾ അന്നദാനത്തിൻ്റെ നമ്മൾ ഡോർമെട്രി പോയിട്ട് ബാഗൊക്കെ വെച്ചിട്ട് വന്നു. എന്നിട്ട് നമുക്ക് അന്നദാനം നടക്കുന്ന സ്ഥലമാണ്. അതായത് നമുക്ക് 7:30 to 8:30. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡിന് വന്നു കഴിഞ്ഞാൽ ഫുഡ് കിട്ടത്തില്ല നമുക്ക്. അപ്പോൾ ഞങ്ങളിങ്ങനെ വന്ന് പ്ലേറ്റൊക്കെ എടുത്ത് കുറേ ആൾക്കാരുണ്ട് കേട്ടോ രാത്രി ഡിന്നർ കഴിക്കാൻ. അവിടെ ഇങ്ങനെ മെഡിറ്റേഷന് വന്നവരും പിന്നെ അല്ലാതെ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരും എല്ലാവരും ഉണ്ട് കേട്ടോ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടി. അപ്പോൾ പ്ലേറ്റ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ. നമ്മൾ പ്ലേറ്റ് കഴുകി നമ്മൾ വെച്ചാലും പിന്നെ അവർ കഴുകിയെടുക്കും കേട്ടോ. അങ്ങനെ ഇതായിരുന്നു നമ്മുടെ രാത്രിയിലത്തെ ഡിന്നറിന് ഉണ്ടായിരുന്നത്. ചപ്പാത്തി, 2 ചപ്പാത്തി, പിന്നെ കുറച്ച് സബ്ജി, അത് കഴിഞ്ഞിട്ട് പ്ലെയിൻ റൈസിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഒരു ഡാൽ ഉണ്ടായിരുന്നു, പിന്നെ ഒരു മുള്ളങ്കിയുടെ സാമ്പാർ, അത് കഴിഞ്ഞിട്ട് രസം, പിന്നെ ബട്ടർ മിൽക്ക്. ഇത്രയും സംഭവമാണ് ഉള്ളത്. ഇവിടെ ഈ അന്നദാനം കൊടുക്കുന്ന വെജിറ്റബിൾസ് മുഴുവൻ ഇവർക്ക് തന്നെ ഫാമുണ്ട്, വെജിറ്റബിൾ ഫാം നടത്തുന്നുണ്ട്. പിന്നെ ഇതിനകത്തുള്ള ബട്ടർ മിൽക്ക് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ തന്നെ ഗോശാലയുടെ പശുവിൻ്റെ പാലിൽ നിന്നും എടുക്കുന്ന ബട്ടർ മിൽക്കാണ്. അതായത് ഇന്നത്തെ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടല്ലോ നമ്മളെപ്പോഴും കാണുന്ന അങ്ങനെ പുറത്തു നിന്നുള്ള വെജിറ്റബിൾസ് അല്ല, ഇവിടെ ഉണ്ടാകുന്ന കൃഷി ചെയ്ത് എടുക്കുന്ന വെജിറ്റബിൾസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ടേസ്റ്റായിരുന്നു.
നല്ല ഫുഡ് കേട്ടോ. നല്ല ഹോട്ടായിട്ട് നമുക്ക് ചൂടായിട്ട് തരും. നല്ല ഫ്രഷ് ഫീല്, നല്ല നീറ്റ് കിച്ചണൊക്കെ നല്ല നീറ്റാട്ടോ. അങ്ങനെ ദാ ഇവിടെ വന്ന് കണ്ട് ഇത് ഫുള്ളൊരു പാക്ഡായി. ഇത് ഞാൻ മുമ്പേ കാണിച്ചിരുന്നില്ലേ? അപ്പോൾ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പം നോക്കിയാൽ ഫുൾ പാക്ഡായി. അങ്ങനെ ഞങ്ങൾ 4 പേരും ഞങ്ങൾക്ക് ഫുഡൊക്കെ എടുത്തിട്ട് ആക്ച്വലി ഫുഡ് കൂടുതലായിരുന്നു. പക്ഷേ ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റാണല്ലോ. എനിക്കപ്പോൾ തോന്നിയെന്താ അറിയോ? നമ്മൾ ഈ സപ്താഹമൊക്കെ നടക്കുമ്പം അമ്പലത്തിൽ നമ്മൾ അന്നദാനം മേടിക്കില്ലേ അമ്പലങ്ങളിൽ പോയിട്ട്, എനിക്ക് അങ്ങനെ ഒരു ഫീലായിരുന്നു. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ദേ ഇവിടെ ഇത് ആരൊക്കെയാണ് ഡൊണേറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ അതിൻ്റെയൊക്കെ നെയിം എഴുതി കാണിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് വേണമെങ്കിലും ഡൊണേഷൻ കൊടുക്കാം. ബ്രേക്ക്ഫാസ്റ്റിന്, ലഞ്ച്, ഡിന്നർ, ബർത്ത്ഡേക്ക് അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഡെത്ത് ആനിവേഴ്സറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കും ഡൊണേഷൻ കൊടുക്കാം. അത് കഴിഞ്ഞ് ഫുഡെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചുകൂടെയൊക്കെ നടന്നു കഴിഞ്ഞപ്പം നമുക്ക് രാത്രിയിൽ 1 hour സൈലൻറ്റ് മെഡിറ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ടിൽ 10 o'clock വരെ നമുക്കിവിടെ ഈ മെഡിറ്റേഷൻ റൂമിൽ കയറാം. അപ്പം ഞങ്ങൾ എന്നാൽ ശരി അകത്ത് കയറി നമുക്ക് കുറച്ച് നേരം ഒന്ന് മെഡിറ്റേഷന് വേണ്ടി ഇരിക്കാം. ഞങ്ങൾ അന്ന് നേരത്തെ പോയപ്പോൾ ഞങ്ങൾ ആക്ച്വലി അകത്ത് കയറിയതേ ഉള്ളൂ എന്താ സംഭവം എന്ന് കാണാൻ വേണ്ടി. അപ്പോൾ ഇപ്പം ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നു 8 to 9 നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാം. അതായത് ഇതിനകത്ത് ഇവിടം വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിനകത്തേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇതിനകത്ത് ഒരു വലിയ ബുദ്ധൻ്റെ സ്റ്റാച്ചു ഉണ്ട് കേട്ടോ. നല്ല രസമാണ്, നല്ലൊരു മണവും നല്ല ഒരു സൈലൻറ്റ്. ഇതിനകത്തേക്ക് പിന്നെ ഇരുട്ടാണ്. ദെൻ ഈ ഭാഗത്തോട്ടാണ് ഇവിടെ ടൈം എഴുതി വെച്ചിട്ടുണ്ട് ഏതൊക്കെ ടൈപ്പ് മെഡിറ്റേഷനാണ്. സൈലൻറ്റ് മെഡിറ്റേഷനുണ്ട്, മ്യൂസിക് മെഡിറ്റേഷനുണ്ട്, പിന്നെ അവർ നമുക്ക് ട്രെയിനിങ് തരും. ഇത് മെഡിറ്റേഷൻ ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് ഒക്കെ ഇവിടെ നല്ലതായിട്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അതിനകത്ത് കയറി ആക്ച്വലി ഞങ്ങൾ 1 മണിക്കൂർ അതിനകത്ത് ഇരുന്നു കേട്ടോ. 1 മണിക്കൂർ ഇരുന്നോന്നറിയില്ല, ഒരു 35 മിനിറ്റ്സോളം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു അതിനകത്തിരുന്ന് സൈലൻ്റായിട്ട് കുറച്ച് ക്വയറ്റായിട്ട് ഇരുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് ഈ ബ്രിഡ്ജ് പോലെ കാണുന്നത്. ആക്ച്വലി ഞങ്ങൾ മുമ്പ് വന്നപ്പോൾ കണ്ടിരുന്നില്ല. ഈ ബ്രിഡ്ജിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് എന്തോ രസമല്ലേ കാണാൻ, നല്ല ഭംഗിയായിരുന്നു. ഞങ്ങളിവിടെ ഇരുന്ന് കുറേ വീഡിയോസൊക്കെ എടുത്തു, ഫോട്ടോസ് എടുത്തു. രാത്രിയാണെങ്കിലും നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇവിടെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ റൂമിൽ പോയി. ഇനി കിടന്നിട്ട് നെക്സ്റ്റ് ഡേ നമുക്ക് ബാക്കി രാവിലെ നോക്കാമെന്ന് പറഞ്ഞിട്ട് റൂം അപ്പോഴത്തേക്ക് അവർ വന്നു, ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് മാറ്റി എല്ലാം നല്ല ക്ലീനാക്കി നീറ്റാക്കി തന്നു. അങ്ങനെ നെക്സ്റ്റ് ഡേയിലെ വീഡിയോ നമുക്ക് നാളെ കാണാം. ബാക്കി എന്താണെന്നുള്ളത് കേട്ടോ. എല്ലാവരും വീഡിയോ കാണണേ.